GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിംഗ് പഠിക്കാം. ഞാൻ ജോർജ് മാത്യു. അതായത് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊരു സെക്ഷനാണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ ഭാഗം പഠിച്ചു തീർന്നു. ആദ്യ ഭാഗം നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജേർണല്, ലെഡ്ജറ്, ട്രയൽ ബാലൻസ്. അത് കഴിഞ്ഞ് ട്രയൽ ബാലൻസിൽ നിന്നും ഓരോ ഐറ്റംസ് എടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് നമ്മൾ ട്രേഡിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇനി അക്കൗണ്ടിങ് തന്നെ ഏതാണ്ട് 20 മോഡലുണ്ട്, 20 ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. അത് ആണ് ഇനി പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിങ്. അതായത് വരവും ചെലവും. ഇത് ലാഭം കൂടാതെ, ലാഭേച്ഛ കൂടാതെ നടത്തുന്ന ചില ബിസിനസ്സുകളുണ്ട്. അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെയുള്ളവരൊക്കെ ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതും ഈ ലാഭേച്ഛ കൂടാതെ, ലാഭം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം അക്കൗണ്ടുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് സോൾ ട്രേഡർ അക്കൗണ്ടിങ്. ഒരു വ്യക്തി മാത്രം നടത്തുന്ന ഒരു ബിസിനസ്. അതായത് ഈ സ്റ്റേഷനറി കടകൾ, ഇങ്ങനെയുള്ളൊക്കെ ഒരു വ്യക്തിയും അയാളുടെ ഫാമിലിയും ഒക്കെ കൂടി നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ സോൾ ട്രേഡർ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്. അതായത് പല വ്യക്തികൾ കൂടി നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് എഴുതുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് എന്ന മെത്തേഡിലാണ്. അതായത് മിനിമം 2 പേരുണ്ടായിരിക്കണം, മാക്സിമം 20 പേരെ പാടുള്ളൂ ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്. ഇനി കൺസൈൻമെൻറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ്. അതായത് നമ്മളെ ഒരു മെയിൻ സെൻറ്ററിൽ നിന്ന് നമ്മളെ കൂട്ടുകച്ചവടം നടത്തുകയാണ്, പല ബ്രാഞ്ചുകളിലേക്ക് സാധനങ്ങൾ നമ്മൾ അയക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസൈൻമെൻറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്. അതായത് ഒരു ഹെഡ് ഓഫീസ് കാണും, അതുപോലെ തന്നെ അതിന് പല ബ്രാഞ്ചുകളുണ്ടാവും. ആ പല ബ്രാഞ്ചുകളിലൂടെ ഇവർ ഒരു പ്രദേശം മുഴുവൻ വ്യാപാരം നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അക്കൗണ്ടിങ്. അതായത് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നു, അതിൻ്റെ പണം പല തവണകളായിട്ട് കൊടുത്താൽ മതി. അതാണ് ഇൻസ്റ്റാൾമെൻറ്റ്, പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. അത് അങ്ങനെയുള്ള അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള മെത്തേഡിലാണ്. ദെൻ റോയൽറ്റി അക്കൗണ്ടിങ്. അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഈ പേയ്മെൻറ്റുകൾ ഒക്കെ നടത്തും. അതിനെയാണ് നമ്മൾ റോയൽറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് കമ്പനി അക്കൗണ്ടുകൾ. അപ്പോൾ നമുക്കറിയാം ബാങ്കുകളെല്ലാം അവരുടെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്. ദെൻ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട്. ധാരാളം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അവരുടെ അക്കൗണ്ടുകളൊക്കെ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ടിങ് എന്നൊരു മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ കമ്പനി അക്കൗണ്ടിങ്. അതായത് ഇലക്ട്രിസിറ്റി സംബന്ധിച്ച കണക്കുകളൊക്കെ എഴുതുന്നതിനൊരു പ്രത്യേക മെത്തേഡുണ്ട്. അതാണ് ഇലക്ട്രിക്കൽ കമ്പനി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റെയിൽവേ കമ്പനി അക്കൗണ്ട്. റെയിൽവേ നമുക്കറിയാം റെയിൽവേ എന്താണെന്ന്. അവരുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഫോമുണ്ട്. ഇനി അടുത്തത് അഗ്രികൾച്ചറൽ ഫാം അക്കൗണ്ടിങ്. അതായത് കൃഷിയും അനുബന്ധ ഘടകങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഫാം അക്കൗണ്ടിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് അക്കൗണ്ടുകൾ എഴുതി വെക്കുന്നത്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അക്കൗണ്ട്. അതായത് കമ്പനി അക്കൗണ്ടിങ്. പലതരത്തിലുള്ള കമ്പനികളുണ്ട്, നമുക്ക് അറിയാം. ആ കമ്പനികളുടെ എല്ലാ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അക്കൗണ്ടിങ് എന്നൊരു മെത്തേഡിലൂടെയാണ്. ഇനി നാവിഗേഷൻ കമ്പനി അക്കൗണ്ട്. അതായത് കപ്പൽ വഴി സാധനങ്ങൾ ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുന്ന കമ്പനികളുണ്ടാവും. അവരുടെ അക്കൗണ്ടിങ് നാവിഗേഷൻ കമ്പനി അക്കൗണ്ടിങ് എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി ഏവിയേഷൻ കമ്പനി അക്കൗണ്ട്. വിമാന സർവീസുകൾ, വിമാനങ്ങൾ അവരുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഏവിയേഷൻ കമ്പനി അക്കൗണ്ടിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്ന ഏത് രീതിയിലാണോ അതിനെയാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ
മാനേജ്മെൻറ്റിന് അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം തയ്യാർ ചെയ്യുന്നു. അതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കോഓപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ടിങ്, സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകളൊക്കെ അവരുടെ അക്കൗണ്ടിങ് എഴുതുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ദെൻ ഇൻസോൾവൻസി അക്കൗണ്ട്സ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, അതായത് പാപ്പരാകുക, ചില കമ്പനികളൊക്കെ പ്രവർത്തിക്കാൻ പര്യാപ്തമല്ലാതായിട്ടുള്ള വരും, അങ്ങനെയുള്ളവരുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഒരു പൊതു ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ അതിൻ്റെ യോജിച്ച അക്കൗണ്ടിങ് മെത്തേഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അടുത്തുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നാൽ ഈ ഓരോ മെത്തേഡും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് അതിൽ ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പം ഓരോ സ്ഥാപനത്തിന് യോജിച്ച തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ അക്കൗണ്ടിങ് സാധ്യമാകുന്നു. അതാണ് ഈ വിവിധ തരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഏതൊക്കെ കമ്പനികളിലാണ് നമ്മൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ 20 മോഡലുണ്ട്. ഇതിൽ ഇനിയും വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് മോഡലിലാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് വേണം, അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ 20 മോഡലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 20 മോഡലിലും അടിസ്ഥാനപരമായിട്ട് ജേർണലും ഉണ്ട്, ലെഡ്ജറും ഉണ്ട്. അപ്പോൾ ആ ജേർണൽ എഴുതുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട്. ലെഡ്ജർ അക്കൗണ്ട് എഴുതുന്നതിന് ജേർണൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് ജേർണലും ലെഡ്ജറും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് തൽക്കാലം മനസ്സിലാക്കുക. അപ്പം ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം ഈ എല്ലാ ഐറ്റത്തിലും നമ്മൾ ചെയ്യേണ്ടത് ജേർണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊരു കോമൺ ഫാക്ടറാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ തരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സാണ് പഠിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് സിലബസ് മാറുന്നതിനനുസരിച്ച് ഇത് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂണിവേഴ്സിറ്റി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും സോൾ ട്രേഡർ അക്കൗണ്ടിങ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്, ഇത്രയായിരിക്കും ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റി കൺസൈൻമെൻറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്, ഹയർ പർച്ചേസ് അക്കൗണ്ട്, റോയൽറ്റി അക്കൗണ്ട്, ഇങ്ങനെ ആയിരിക്കും. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോരോ മോഡൽ അല്ലെങ്കിൽ ഓരോരോ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലായിരിക്കണം. അപ്പം പല യൂണിവേഴ്സിറ്റിയിലും പല സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളായിരിക്കും പഠിപ്പിക്കുന്നത്. അത് പ്രത്യേകം ഓർമ്മയിലിരിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ സ്പെഷ്യലൈസേഷനാണ്. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, സോൾ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. ഈ അക്കൗണ്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്താലും അവസാനം നമ്മൾ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഹെഡിങ് മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.